ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സഹായത്തിനായി അലറി വിളിച്ചു കരയുന്ന ഒരു യുവതിയെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് എന്തോന്ന് ആ യുവതിയെ പിടികൂടി കൊലപ്പെടുത്തുകയാണ്. ശേഷം കാണിക്കുന്നത് മെക്സിക്കോയിലേക്ക് ടൂർ വന്നിരിക്കുന്ന 2 കപ്പിൾസിനെയാണ്. ജെഫ്, ആമി, എറിക്, സ്റ്റേസി എന്നിവരായിരുന്നു അവർ. തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു സംഘം മെക്സിക്കോയിലേക്ക് എത്തിയിരുന്നത്. ഈ ഒരു സമയത്താണ് സഹോദരനായ ഹെൻറിച്ചിനെ അന്വേഷിക്കുന്ന മാത്യൂസ് എന്ന ജർമ്മൻകാരൻ അവർക്കരികിലേക്ക് എത്തുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു കാട്ടിൽ മായൻ ക്ഷേത്രത്തിൻ്റെ പുരാവസ്തു ഖനനം നടക്കുന്നുണ്ട്. എൻ്റെ സഹോദരൻ അവസാനമായി പോയിരുന്നത് അങ്ങോട്ടേക്കാണെന്ന് മാത്യൂസ് ജെഫിനെയും സംഘത്തെയും അറിയിച്ചു. അതോടെ ജെഫും കൂട്ടരും മാത്യൂസിൻ്റെ കൂടെ ചെന്ന് പുരാതനമായ മായൻ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. ഈ ഒരു യാത്രയിൽ മാത്യൂസിൻ്റെ സുഹൃത്തായ ദിമിത്രിയും അവർക്കൊപ്പം ചേർന്നിരുന്നു. അത് അപകടം പിടിച്ച സ്ഥലമാണെന്ന് അവരങ്ങോട്ടേക്ക് പോകാനായി വിളിച്ചിരുന്ന ടാക്സിയുടെ ഡ്രൈവർ അവരെ അറിയിച്ചിരുന്നു. അവർ ഒരുപാട് പണം വാഗ്ദാനം ചെയ്തതോടെ അയാൾ അവരെയും കൂട്ടി ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവരെ ഓടിയാക്കി ആ ഡ്രൈവർ തിരിച്ചു പോയതോടെ നമ്മളിനി എങ്ങനെ തിരികെ പോകുമെന്ന് ആമി ജെഫിനോട് ചോദിച്ചു. അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്നും പോകുന്ന സമയത്ത് നമുക്ക് അയാളെ വിളിക്കാമെന്നും ജെഫ് അവൾക്ക് മറുപടി നൽകി. സംഘം കാട്ടുപാതയിലൂടെ മുന്നോട്ടേക്ക് നീങ്ങി. എന്നാൽ മായൻ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആരോ കാട്ടുചെടികൾ ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു. എങ്കിലും കയ്യിലുണ്ടായിരുന്ന മാപ്പ് നോക്കി മാത്യൂസ് അവരെയും കൂട്ടി മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. എന്നാൽ അവരുടെ ഈ ഒരു യാത്ര അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ കണ്ടിരുന്നു. അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം അവരും പുരാതനമായ മായൻ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. ആ ക്ഷേത്രത്തിന് ചുറ്റിലുമായി ഒരു പ്രത്യേകതരം കാട്ടുചെടികൾ ചുറ്റിപ്പടർന്ന് കിടന്നിരുന്നു. പൊടുന്നനെ ആയുധങ്ങളുമായി മായൻ ഗ്രാമവാസികൾ അവർക്കരികിലേക്ക് ചാടി വീഴുകയാണ്. ഗ്രാമത്തലവൻ എന്തൊക്കെയോ അവരോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അയാളുടെ ഭാഷ അവർക്ക് മനസ്സിലായില്ല. അതേപോലെ തന്നെ ജെഫും കൂട്ടരും പറഞ്ഞിരുന്ന ഇംഗ്ലീഷും സ്പാനിഷും ഗ്രാമവാസികൾക്കും മനസ്സിലാക്കാനായി സാധിച്ചില്ല. ഈ ഒരു സമയത്ത് ആമി അറിയാതെ മായൻ ക്ഷേത്രത്തിൽ പടർന്നു പിടിച്ചിരുന്ന വള്ളിച്ചെടിയിൽ ചവിട്ടി. അതോടെ ഗ്രാമവാസികളുടെ സ്വഭാവം മാറി. ഈ ഒരു സമയത്ത് കാര്യമെന്താണെന്നറിയാതെ ദിമിത്രിയും വള്ളിച്ചെടിയിൽ ചവിട്ടിയിരുന്നു. പിന്നീട് ദിമിത്രി ഗ്രാമവാസികളെ നയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗ്രാമവാസികൾ അവനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു ഭീതിജനകമായ കാഴ്ച കണ്ടതോടെ ജെഫും കൂട്ടരും പ്രാണരക്ഷാർത്ഥം ആ ഒരു മായൻ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുകയാണ്. മുകളിലേക്കെത്തിയവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്യാമ്പും മധ്യഭാഗത്തായി ഒരു ഷാഫ്റ്റും കാണാനിടയായി. അവിടെ മൊബൈൽ ഫോണുകൾക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല. മാത്യൂസിൻ്റെ കയ്യിൽ സാറ്റലൈറ്റ് ഫോൺ ഉണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ഗ്രാമവാസികളുമായുള്ള തർക്കത്തിനിടെ അത് നഷ്ടപ്പെട്ടിരുന്നു. ഗ്രാമവാസികൾ ക്ഷേത്രത്തിനു താഴെയായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നതിനാൽ ജെഫിനും സംഘത്തിനും അവിടെ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് മാത്യൂസ് അവിടെ ഉണ്ടായിരുന്ന വള്ളിച്ചെടികൾക്കിടയിൽ നിന്നും ശരീരം വികൃതമായ നിലയിൽ ഹെൻറിച്ചിൻ്റെ മൃതശരീരം കണ്ടെത്തുകയാണ്. കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ റേഷൻ രീതിയിൽ കഴിക്കണമെന്നും ദിവസങ്ങൾക്കുള്ളിൽ ആരെങ്കിലും നമ്മളെ അന്വേഷിച്ചു വരുമെന്നും ജെഫ് അഭിപ്രായപ്പെട്ടു. ഈ ഒരു സമയത്താണ് പുരാവസ്തു ഗവേഷണങ്ങൾക്കായി കുഴിച്ചിരുന്ന ഗർത്തത്തിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവർ കേൾക്കാനിടയാവുന്നത്. ആ ഫോൺ എടുക്കാനായി അവർ മാത്യൂസിനെ കയറിൽ കെട്ടി താഴേക്കിറക്കി. എന്നാൽ ആ നേരത്താണ് ആ കയറിനുണ്ടായിരുന്ന ബലക്ഷയം ആമി ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ അവർ മാത്യൂസിനെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ആ കയർ പൊട്ടി മാത്യൂസ് താഴേക്ക് വീണിരുന്നു. മാത്യൂസിന് എന്തു പറ്റിയെന്ന് നോക്കാനായി കൂട്ടത്തിൽ ഭാരം കുറവുണ്ടായിരുന്ന ആമിയോ സ്റ്റേസിയോ താഴേക്കിറങ്ങണമെന്ന് ജെഫ് അഭിപ്രായപ്പെട്ടു. ആ ദൗത്യം സ്വമേധയായി ഏറ്റെടുത്ത സ്റ്റേസി താൻ താഴേക്കിറങ്ങിക്കോളാമെന്ന് ഏവരെയും അറിയിച്ചു. അങ്ങനെ ഭീതിയോടെ സ്റ്റേസി നിഗൂഢമായ ഗർത്തത്തിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. കയറിൻ്റെ അറ്റം ഗർത്തത്തിൻ്റെ കുറച്ചു മുകളിലായി അവസാനിച്ചിരുന്നതിനാൽ സുരക്ഷിതമായി താഴേക്കിറങ്ങാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അവൾ തന്നെ കെട്ടിയിരുന്ന കയറഴിച്ച് അതിൽ നിന്നും താഴേക്ക് ചാടി. ഇത് താഴെയുണ്ടായിരുന്ന കുപ്പിച്ചില്ല് കാലിലേക്ക് തുളച്ചു കയറി അവളുടെ കാലിൽ മുറിവേൽക്കാനിടയാക്കിയിരുന്നു. അവിടെ നട്ടെല്ല് തകർന്ന മൃതപ്രാണനായ നിലയിൽ മാത്യൂസ് കിടന്നിരുന്നു. അവൾ ഇക്കാര്യം മുകളിലുണ്ടായിരുന്ന തൻ്റെ സുഹൃത്തുക്കളെ അറിയിച്ചു. ഇത് കേട്ടതോടെ ഗ്രാമവാസികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്നുള്ള ധാരണയിൽ ആമിയും ജെഫും ക്ഷേത്രപ്പടികളിറങ്ങി താഴേക്ക് ചെന്നു. എന്നാൽ ഇരുവരും പറഞ്ഞിരുന്ന കാര്യങ്ങൾ വകവയ്ക്കാതെ ഗ്രാമവാസികൾ അവർക്കു നേരെ തോക്കു ചൂണ്ടി നിൽക്കുകയാണ്.
കോപത്തോടെ ആമി അവിടെ ഉണ്ടായിരുന്ന വള്ളിച്ചെടികൾ പറിച്ചെടുത്ത് ഗ്രാമവാസികൾക്ക് നേരെ എറിഞ്ഞു. എന്നാൽ അത് ചെന്ന് കൊണ്ടിരുന്നത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ദേഹത്തായിരുന്നു. അതോടെ ഗ്രാമവാസികൾ നിഷ്കരണം ആ ബാലനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു സംഭവത്തോടു കൂടി ഗ്രാമവാസികൾ ഭയപ്പെട്ടിരുന്നത് ആ വള്ളിച്ചെടികളെയാണെന്നും അവർ തങ്ങളെ ക്വാറന്റീനിലാക്കിയിരിക്കുകയാണെന്നും ഇരുവർക്കും ബോധ്യമായി. മറ്റു മാർഗങ്ങളില്ലാതെ ഇരുവരും ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് തന്നെ തിരികെ ചെന്നു. പിന്നീട് മാത്യൂസിനെ രക്ഷിക്കാനായി ഒരു സ്ട്രെച്ചർ ഉണ്ടാക്കി ജെഫ് ആമയെയും താഴേക്കിറക്കി. ശേഷം ഇരുവരും ചേർന്ന് ശരീരം അനക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കിടന്നിരുന്ന മാത്യൂസിനെ ഒരു വിധത്തിൽ സ്ട്രെച്ചറിലേക്ക് കയറ്റി. അങ്ങനെ മുകളിലുണ്ടായ നിറക്കും ജെഫും ചേർന്ന് മാത്യൂസിനെ വലിച്ചു കയറ്റി. അതേ രീതിയിൽ തന്നെ ആമയും സ്റ്റേസും മുകളിലേക്ക് കയറി. ശരീരം തളർന്നു കിടന്നിരുന്ന മാത്യൂസിനെ ജെഫും കൂട്ടരും ചേർന്ന് പരിചരിച്ചു. അന്നു രാത്രിയിൽ സ്റ്റേസി റിക്കിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ടെൻറ്റിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ ഒരു സമയത്തും ഗ്രാമവാസികൾ അവരവിടെ നിന്നും രക്ഷപ്പെടാതിരിക്കാനായി കാവൽ നിൽക്കുന്നത് ജെഫ് ശ്രദ്ധിച്ചിരുന്നു. പിറ്റേന്നു രാവിലെ ജെഫ് വള്ളിച്ചെടികൾക്കിടയിൽ കിടന്നിരുന്ന മറ്റൊരു മൃതദേഹാവശിഷ്ടം കൂടി കാണാനിടയായി. ഇതേസമയം ഉറക്കത്തിൽ നിന്നും ഉണർന്ന സ്റ്റേസി ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിവിറയ്ക്കുകയാണ്. വള്ളിച്ചെടികൾ തൻ്റെ കാലിലുണ്ടായിരുന്ന മുറിവിലൂടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ എറിക്ക് അത് വലിച്ച് പുറത്തേക്കിട്ടു. എന്നാൽ ഈ ഒരു സമയത്ത് മാത്യൂസിൻ്റെ ഇരു കാലുകളിലേക്കും ആ വള്ളിച്ചെടി പടർന്നു കയറിയിരുന്നു. മാത്രവുമല്ല വള്ളിച്ചെടി എല്ലൊഴികെ മാത്യൂസിൻ്റെ ഇരു കാലുകളിലെയും മാംസം കാർന്നു തന്ന നിലയിലായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അവരും ഭീതിയോടെ നിൽക്കുന്ന സമയത്താണ് ഗർത്തത്തിൽ നിന്നും വീണ്ടും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാനിടയാവുന്നത്. അതോടെ 2 പന്തങ്ങൾ നൽകിക്കൊണ്ട് ജെഫ് ആ ഫോൺ എടുക്കാനായി ആമയെയും സ്റ്റേസിയെയും വീണ്ടും ഗർത്തത്തിലേക്ക് ഇറക്കി. ഇരുവരും പന്തങ്ങൾ കയ്യിലേന്തി ഫോൺ റിങ് ചെയ്തിരുന്ന ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് ചെന്നു. എന്നാൽ അവർക്കവിടെ ഹെൻറിച്ചിൻ്റെ സുഹൃത്തായിരുന്ന യോധയുടെ മൃതശരീരവും അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രവർത്തനരഹിതമായൊരു ഫോണുമാണ് കണ്ടെത്താനായി സാധിച്ചത്. ഈ ഒരു സമയത്ത് വള്ളിച്ചെടികളിലുണ്ടായിരുന്ന പൂക്കളാണ് ഫോൺ റിങ് ചെയ്തിരുന്ന ശബ്ദമുണ്ടാക്കിയിരുന്നതെന്ന് ആമി ഭീതിയോടെ മനസ്സിലാക്കി. പൊടുന്നനെ നരഭോജികളായ വള്ളിച്ചെടികൾ ആമയുടെ കയ്യിൽ കയറി പിടിക്കുകയും അവളുടെ പന്തം പിടിച്ചു വാങ്ങുകയും ചെയ്തു. വള്ളിച്ചെടികൾ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. ഇരുവരും മുകളിലേക്ക് കയറുവാനായി വന്ന വഴിക്ക് തിരികെയോടി. ഇതിനിടെ സ്റ്റേസിയെ വള്ളിച്ചെടികൾ പിടികൂടിയെങ്കിലും ആമ അങ്ങോട്ടേക്കെത്തി അവളെ രക്ഷിച്ചു. എത്രയും വേഗം തങ്ങളെ മുകളിലേക്ക് എത്തിക്കാനായി അവർ ജെഫിനോട് വിളിച്ചു പറഞ്ഞു. ഭാഗ്യവശാൽ തലനാരിഴയ്ക്ക് വള്ളിച്ചെടികളുടെ പിടിയിലകപ്പെടാതെ ഇരുവർക്കും മുകളിലേക്ക് എത്തിച്ചേരുവാനായി സാധിച്ചു. ഭയന്ന് വിറച്ചുകൊണ്ടിരുവരും കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും ജെഫ് അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. മാത്യൂസിൻ്റെ കാലിലെ മാരകമായ മുറിവിൽ നിന്നും അവന് അണുബാധയുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അവൻ്റെ ജീവൻ രക്ഷിക്കാനായി മാത്യൂസിൻ്റെ ഇരു കാലുകളും മുറിച്ചു മാറ്റാമെന്ന് ജെഫും കൂട്ടരും ചേർന്ന് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ മാത്യൂസിൻ്റെ കൂടെ അനുവാദത്തോടെ ജെഫിൻ്റെ നേതൃത്വത്തിൽ അവൻ്റെ ഇരു കാലുകളും മുറിച്ചു മാറ്റി. എന്നാൽ പിന്നീട് അവരേവരും ഭീതിയോടെ ആ ഒരു കാഴ്ച കാണുകയാണ്. അറുത്തുമാറ്റിയിരുന്ന ജെഫിൻ്റെ കാലുകൾ നരഭോജികളായ വള്ളിച്ചെടികൾ കൊണ്ടുപോകുന്ന ഭീതിജനകമായൊരു കാഴ്ചയായിരുന്നു അത്. ആ രാത്രിയിലും ഗ്രാമവാസികൾ തിരികെ പോയെന്നറിയുവാനായി ജെഫ് താഴേക്കിറങ്ങി നോക്കിയിരുന്നു. ഈ ഒരു സമയത്ത് പുറത്ത് വിഷം വെച്ചിരുന്നിരുന്ന അമ്മയെ റിക്ക് ആശ്വസിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട സ്റ്റേസി ഇരുവരും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു. അതോടെ ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സ്റ്റേസി ആരോപിച്ചു. അവളുടെ ഈ വാക്കുകൾ കേട്ടാണ് ജെഫ് അങ്ങോട്ടേക്ക് എത്തുന്നത്. 4 പേരും തർക്കിക്കുന്ന സമയത്ത് വള്ളിച്ചെടികൾ മാത്യൂസിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഞെട്ടലോടെ അവരേവരും ഈ ഒരു ദാരുണമായ കാഴ്ച ദുഃഖത്തോടെ വീക്ഷിച്ചു. പിന്നീട് വള്ളിച്ചെടികൾ ഒന്നടങ്കം ഉച്ചത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് വള്ളിച്ചെടികൾ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനായി ഗ്രാമവാസികൾ ചില മുൻകരുതലുകളെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും ആമയെ തനിക്ക് വിശ്വാസമാണെന്ന് ജെഫ് അവളോട് പറഞ്ഞു. പിന്നീട് റിക്ക് ആമയെയും ജെഫിനെയും കൂടാരത്തിനകത്തേക്ക് വിളിക്കുകയും സ്റ്റേസിയുടെ ചർമ്മത്തിനടിയിലേക്ക് കടന്നുകൂടിയിട്ടുള്ള വള്ളിച്ചെടികൾ
അവരെ കാണിക്കുകയുമാണ്. ഈ ഒരു സമയത്ത് താൻ പറഞ്ഞിരുന്ന അപവാദങ്ങളിൽ മനം നൊന്ത് സ്റ്റേസി ആമയോട് മാപ്പ് ചോദിച്ചിരുന്നു. പിന്നീട് ജെഫ് ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ച് സ്റ്റേസിയുടെ കാലിൽ നിന്നും നട്ടലിൻ്റെ ഭാഗത്തു നിന്നും വള്ളിച്ചെടികൾ പുറത്തെടുത്തിരുന്നു. എന്നാൽ പിന്നീട് തൻ്റെ തലയിൽ കൂടി വള്ളിച്ചെടികളുണ്ടെന്നും പറഞ്ഞ് സ്റ്റേസി എറിക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുക്കാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൾ പറഞ്ഞിരുന്നത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു വള്ളിച്ചെടി അവളുടെ നെറ്റിക്കുള്ളിലൂടെ നീങ്ങുന്നുണ്ടായിരുന്നു. ഇത് മറ്റുള്ളവർ കാണാനിടയായി. ആ രാത്രിയിൽ കടുത്ത വേദന സഹിച്ചായിരുന്നു സ്റ്റേസി ഉറങ്ങാനായി കിടന്നിരുന്നത്. പിറ്റേന്നു രാവിലെ സ്റ്റേസി മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു കത്തിയെടുത്ത് വള്ളിച്ചെടികളുണ്ടെന്ന് തോന്നിക്കുന്ന തൻ്റെ ശരീരഭാഗങ്ങൾ മുഴുവൻ ഛേദിക്കുകയാണ്. ഭീതിജനകമായ ഒരു കാഴ്ച കണ്ട് അവളുടെ കൂട്ടുകാരൊന്നടങ്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ജെഫ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സമനില തെറ്റി നിന്നിരുന്നവൾ അവൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചു. ഉടൻ തന്നെ എറിക് അങ്ങോട്ടേക്ക് ചെന്ന് അവളെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സ്റ്റേസി അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞുകുത്തി. താമസിയാതെ തന്നെ മാരകമായി പരുക്കേറ്റ എറിക് ദാരുണമായി മരിച്ചു വീണു. തൻ്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് സ്റ്റേസി ഈ ഒരു കാഴ്ച കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ വള്ളിച്ചെടികൾ എറിക്കിൻ്റെ മൃതശരീരവും അവിടെ നിന്നും വലിച്ചഴച്ചു കൊണ്ടുപോവുകയാണ്. ഈ ഒരു സമയത്ത് സ്റ്റേസി വേദന സഹിക്കാനാവാതെ തന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അവളുടെ വേദന കണ്ട് സഹിക്കാനാവാതെ പിന്നീട് ജെഫ് എറിക്കിൻ്റെ ശരീരത്തിൽ നിന്നും കത്തി വലിച്ചൂരിയെടുത്ത് സ്റ്റേസിയെ കൊലപ്പെടുത്തി. മരണവെപ്രാളത്തോടെയുള്ള അവളുടെ നിലവിളി ശബ്ദം താഴെ നിന്നിരുന്ന ഗ്രാമവാസികളും കേട്ടിരുന്നു. നമ്മളെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലെന്നും നമ്മളിവിടെ കിടന്ന് മരിക്കുമെന്നും വൈകിയാണെങ്കിലും ജെഫ് മനസ്സിലാക്കി. അവിടെ നിന്നും രക്ഷപ്പെടാനായി പ്ലാൻ ചെയ്ത് സ്റ്റേസിയുടെ രക്തം അവൻ ആമയുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചു. ശേഷം ആമി മരിച്ചതായി ഗ്രാമവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവളെ താങ്ങിയെടുത്ത് ജെഫ് താഴേക്കിറങ്ങി. പിന്നീട് ജെഫ് ഗ്രാമവാസികളെ ശകാരിച്ച് അവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് നടന്നു നീങ്ങി. ഈ ഒരു തക്കത്തിന് ആമി ഗ്രാമവാസികളുടെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെടുകയാണ്. സംഭവം മനസ്സിലാക്കിയ ഗ്രാമവാസികൾ ദേഷ്യത്തോടെ ജെഫിനെ കൊലപ്പെടുത്തി. രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ആമിയെ ഗ്രാമവാസികൾ പിന്തുടരുന്നുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെടുന്ന വഴിയിൽ ആമി ഒരു ജീപ്പ് കാണുകയും അതിൽ കയറിയവൾ അതിവേഗത്തിൽ പാഞ്ഞു പോവുകയുമാണ്. ഈ ഒരു സമയത്താണ് തൻ്റെ ശരീരത്തിനകത്തും വള്ളിച്ചെടികൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ആമി ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്. ഈ ഒരു സംഭവം ആമയുടെ ആ യാത്ര മരണത്തിലേക്കായിരുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് ദിമിത്രിയെ അന്വേഷിച്ച് അവൻ്റെ 2 കൂട്ടുകാർ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.